കൃപാസനം പത്രം ജൂൺ 2026 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂരിൽ നിന്നുള്ള ഗീതയുടെ സാക്ഷ്യം. ഫോട്ടോയിൽ തൈലം പൂശി കുരിശു വരച്ച് പ്രാർത്ഥിച്ച് നേടിയ അവിശ്വസനീയ അനുഗ്രഹം. എന്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും ഫലമില്ലായിരുന്നു. മകനും ഭാര്യയും ലണ്ടനിലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് എന്റെ വയറിലും മകളുടെയും ഭർത്താവിന്റെയും ഫോട്ടോയിലും ഉടമ്പടി തൈലം പൂശി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. കുറെ ദിവസം മകളുടെ ഫോട്ടോയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പിറകിൽ അവൾക്കല്ല അവനാണ് കുരിശു വരയ്ക്കേണ്ടതെന്ന് ഒരശരീരി പോലെ കേട്ടു. 3 മാസമായപ്പോൾ മകൾ പ്രഗ്നന്റ് ആയെന്നറിഞ്ഞു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. വെള്ളാപ്പള്ളിയിൽ നിന്നുള്ള മരീന ബിൻസിന്റെ സാക്ഷ്യം. വർഷങ്ങളായി ഒന്നും കിട്ടാതിരുന്നാലും ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ അനുഗ്രഹം ഉറപ്പ്. 14 വർഷമായി സൗദിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു വന്നിട്ട് ഏകദേശം 4 വർഷത്തോളമായി. എന്റെ ആഗ്രഹം UK പോകുന്നതായിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡ് സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അയർലൻഡിന് ശ്രമിച്ചു. പിന്നെ DL കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങോട്ടുള്ള ഇന്റർവ്യൂ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. DLന്റെ കാലാവധി തീരാറായി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്ഭുതകരമായി DL പുതുക്കി കൊടുക്കാമെന്ന് ഒരു നിയമം വന്നു. DL ഉള്ളവർക്ക് OETയും പുതുക്കി കൊടുക്കാമെന്ന് നിയമം വന്നു. ജപമാല റാലിയിൽ പങ്കെടുത്ത ശേഷം എനിക്കൊരു ഇന്റർവ്യൂ വരികയും അയർലൻഡിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കോട്ടയം തോട്ടക്കാട് നിന്നുള്ള ടെസ്നയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ ദൈവം നിനക്ക് അനുവദിച്ചു തരുന്നത് ഏറ്റവും നല്ലത്. ഒരു നഴ്സായി ഞാൻ വിദേശത്ത് ജോലി നേടി അവിടെ സെറ്റിൽ ആകണമെന്ന് ആഗ്രഹിച്ചു. UK അയർലൻഡിലും വലിയ സ്കോപ്പ് ഇല്ലാത്തതിനാൽ ഞാൻ സൗദി നോക്കാമെന്ന് കരുതി ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ജോലി നോക്കി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ ഖത്തർ മിനിസ്ട്രിയിലേക്കുള്ള ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്ത് സെലക്റ്റഡ് ആയി. അതിന്റെ എക്സാമിന് പോയപ്പോൾ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എക്സാം പാസ്സായി. പിന്നെ വിസ എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ വിദേശത്ത് പോകുന്നതിന് ആഗ്രഹിച്ചു. ആ സമയത്ത് അപ്രതീക്ഷിതമായി യുദ്ധമുണ്ടായി. ടിക്കറ്റ് വന്നെങ്കിലും പിന്നെ അത് ക്യാൻസലായി. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്തുവെന്ന് പറഞ്ഞ് കോൾ വന്നു. എനിക്ക് ജോലി ലഭിച്ചു. എറണാകുളം പനങ്ങാട് നിന്നുള്ള ആര്യ ഉണ്ണിയുടെ സാക്ഷ്യം. ഒറ്റ ഉടമ്പടിയിൽ ലഭിച്ച 1ലധികം ദൈവാനുഭവങ്ങൾ. എനിക്ക് 8ാം ക്ലാസ് മുതൽ നെഞ്ചുവേദനയായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും വേദന മാറുന്നില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ വേദന പൂർണ്ണമായും മാറി. 6 വർഷമായി എനിക്ക് ഒരു കുഴപ്പവുമില്ല. കൂടാതെ എനിക്ക് വിഷൻ ബ്ലൈൻഡ് സ്പോട്ട് പോലെ വന്നു. ചില സമയങ്ങളിൽ ചില വസ്തുക്കൾ കാണാനോ വായിക്കാനോ കഴിയില്ല. പലതും മറന്നുപോകുന്ന അവസ്ഥ. കുറച്ചു കഴിയുമ്പോൾ ഓർമ്മയും കാഴ്ചയും തിരിച്ചു വരും. ഡോക്ടറെ കണ്ടപ്പോൾ ബ്രെയിൻ MRI എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിനോട് ഇനി ഈ അവസ്ഥ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കോഴിക്കോട് നിന്നുള്ള അഖിൽ ജോസിന്റെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത അന്നു തന്നെ ജീവിത പ്രതിസന്ധിയിൽ മാതാവ് ഇടപെട്ടു. ഖത്തറിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് കൊറോണ ടൈമിൽ നാട്ടിൽ പോരേണ്ടി വന്നു. തിരിച്ചു പോകുന്നതിന് ശ്രമിച്ചിട്ട് വിസ തടസ്സം മൂലം സാധിച്ചില്ല. എന്റെ വീട് പണി മുടങ്ങിക്കിടക്കുന്നു. ജോലിയില്ല. ആകെ ബുദ്ധിമുട്ടിലായപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഉടനെ ഒരു ഇന്റർവ്യൂ വരികയും ഉടമ്പടി പുതുക്കിയ ശേഷം 10 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഖത്തറിൽ തിരികെ നല്ല ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാനും വീട് പണി പൂർത്തിയാക്കി താമസിക്കാനും സാധിച്ചു. 37 വയസ്സായ എന്റെ വിവാഹവും പരിശുദ്ധ അമ്മ നടത്തി തന്നു. കോട്ടയത്തു നിന്നുള്ള റിൻസിയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ ധൈര്യമായി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവ് അത് സാധിച്ചു തരും. ഞാൻ മസ്കറ്റിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സ് ആയിരുന്നു. എനിക്ക് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വെക്കേഷന് വന്ന സമയത്ത് ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് എനിക്ക് മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇന്റർവ്യൂ ഡേറ്റ് കിട്ടുകയും ഉടമ്പടി കാശ് രൂപവും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എക്സാം പാസ്സാവുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ദിവസം തന്നെ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ചു. കൂടാതെ എനിക്ക് 3 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു.
ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്കൊരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അയർലൻഡിൽ നിന്നുള്ള പ്രിയ തോമസിന്റെ സാക്ഷ്യം. ഇത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വാസ പ്രയോഗ സാക്ഷ്യമാണ്. ഞാൻ 10 വർഷമായി അയർലൻഡിൽ ജോലി ചെയ്യുന്നു. അവിടെ ജോലി ചെയ്യാൻ OET പാസ്സായാൽ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകണം. ഞാൻ കണ്ടിന്യൂസ് ജോലി ചെയ്യുന്നതിനാൽ പഠനം സാധ്യമല്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് 14 സ്റ്റേഷൻസ് ഉള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി. അതിനുശേഷം 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുവെങ്കിലും പാസ്സായില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി ജോലി തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഇന്റർവ്യൂ പാസ്സായി ജോലി ലഭിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള മേഴ്സിയുടെ സാക്ഷ്യം. 13 വർഷമായി നടക്കാത്ത വിഷയം ഉടമ്പടി എടുത്തപ്പോൾ നടന്ന സാക്ഷ്യവുമായി മേഴ്സി. 13 വർഷമായി ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് വീട് വയ്ക്കാൻ ഒരു സ്ഥലം വേണമെന്ന് നിയോഗം വെച്ചു. ഉടമ്പടിയെടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ വീട് വയ്ക്കാൻ ഞങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. സ്ഥലം വാങ്ങിച്ചുവെങ്കിലും 3 വർഷമായിട്ടും അവിടെ വീട് വയ്ക്കാൻ സാധിച്ചില്ല. അവിടെ ഞങ്ങൾ കിണർ കുത്തി കറണ്ട് എടുത്തുവെങ്കിലും വീട് പണി നടന്നില്ല. ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന എല്ലാ വചനങ്ങളും ഡയറിയിൽ എഴുതി വയ്ക്കുമായിരുന്നു. ഒരു ദിവസം അച്ഛന്റെ ധ്യാനം കൂടുമ്പോൾ ഡയറിയിൽ മകൾക്ക് +2-ന് 95% മാർക്ക് ലഭിക്കണമെന്നും CAക്ക് ക്രൈസ്റ്റ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെന്നും ഒരു വീട് ലഭിക്കണമെന്നും എഴുതി വെച്ചു. പരിശുദ്ധ അമ്മ എന്റെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു തന്നു. തൃശൂരിൽ നിന്നുള്ള ഷെറിൻ ജോസിന്റെ സാക്ഷ്യം. ഉടമ്പടി ഉപ്പിന്റെ വിശ്വാസ പ്രയോഗം. ഓപ്പറേഷൻ ഒഴിവാക്കി രോഗം സൗഖ്യപ്പെടുത്തിയ സാക്ഷ്യം. എന്റെ ഡാഡിക്ക് വായിൽ ഒരു വേദന വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഡാഡിയുടെ സലൈവറി ഗ്ലാൻഡിൽ ഒരു സ്റ്റോൺ ഉണ്ട്. സ്റ്റോണിന്റെ സൈസ് കൂടുതലായതിനാൽ അത് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരില്ല. ഓപ്പറേഷനിലൂടെ സലൈവറി ഗ്ലാൻഡ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷന്റെ അന്ന് രാവിലെ ഡാഡിയുടെ വായിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി നോക്കുമ്പോൾ എന്തോ ഷാർപ്പായിട്ടുള്ള സാധനം നാവിന്റെ അടിയിൽ നിൽക്കുന്നത് പോലെ തോന്നുകയും ഡാഡി നാവ് കൊണ്ട് അനക്കിയപ്പോൾ 1 സെന്റിമീറ്റർ വലുപ്പമുള്ള സ്റ്റോൺ തനിയെ പുറത്തേക്ക് പോരുകയും ചെയ്തു. ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ചു. കണ്ണൂർ ഉദയഗിരിയിൽ നിന്നുള്ള സോജിയുടെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഞങ്ങളുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു വെഞ്ചരിച്ചു തന്ന കാശുരൂപം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞങ്ങൾക്ക് 12 വർഷമായി സ്വന്തമായ ഒരു ഭവനമില്ലായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലം ഭവനം പണിയാൻ അനുയോജ്യമായിരുന്നില്ല. ഈ സ്ഥലം വിറ്റാൽ മാത്രമേ മറ്റൊരു സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ സാധിക്കൂ. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച കാശുരൂപം തന്നു. അതിന്റെ ഫലമായി സ്ഥലം വിൽക്കാനും പുതിയ സ്ഥലം വാങ്ങി വീട് വയ്ക്കാനും സാധിച്ചു.